ചരിത്രത്തിൽ ലഡ്ഡൈറ്റ് എന്ന വാക്ക് പിറന്നത് ഭയത്തിൽ നിന്നാണ്. 1811 ഇംഗ്ലണ്ടിലെ നെയ്ത്തുകാർ തങ്ങളുടെ ഉപജീവനത്തിലെ ഭീഷണിയായ യന്ത്രങ്ങൾ തകർക്കാൻ തുടങ്ങിയപ്പോൾ അവർ പോലും അറിഞ്ഞില്ല തങ്ങൾ ഭാവിയിലെ എല്ലാ പുരോഗതി വിരോധികളുടെയും പര്യായമായി മാറുമെന്ന്. നെഡ്ലഡ് എന്ന സാങ്കല്പിക നായകന്റെ പേരിൽ തുടങ്ങിയ ഈ പ്രക്ഷോഭം പിന്നീട് മാറ്റങ്ങളെ ഭയക്കുന്ന മനുഷ്യന്റെ പ്രതീകമായി ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഇടം പിടിച്ചു. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചപ്പോൾ അതൊരു പൈശാചിക യന്ത്രമാണെന്നും മനുഷ്യന്റെ സ്വകാര്യത ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അന്ന് പലരും അതിനെ എതിർത്തു. ആദ്യകാല കമ്പ്യൂട്ടറുകൾ ഓഫീസുകളിൽ എത്തിയപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തെ വെല്ലുവിളിക്കുന്ന യന്ത്രം എന്ന് വിളിച്ച് തൊഴിലാളികൾ തെരുവിലിറങ്ങി. എന്നാൽ ഇന്ന് ആലോചിച്ചു നോക്കൂ, ടെലിഫോണും കമ്പ്യൂട്ടറും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുമോ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് സമാനമായ ഒരു സന്ധിയിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI കാലം. ഒരിക്കൽ ശാരീരിക അധ്വാനത്തെ യന്ത്രങ്ങൾ പകരം വെച്ചുവെങ്കിൽ ഇന്ന് ബുദ്ധിപരമായ ജോലികളെ AI സഹായിക്കുന്നു. ലഡ്ഡൈറ്റുകളുടെ ആ പഴയ പേടി ഇന്നും പലരിലുമുണ്ട്. AI നമ്മുടെ ജോലികൾ കവരില്ലേ? മനുഷ്യന്റെ ക്രിയാത്മകത ഇല്ലാതാകില്ലേ? പക്ഷേ സത്യം മറ്റൊന്നാണ്. AI എന്നത് ഒരു ശത്രുവല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് വേഗത നൽകുന്ന ഒരു സൂപ്പർ പവറാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് ലോകത്തെ നയിക്കുന്നത്. AI ഡിസൈനിങ്ങിലും വൈദ്യശാസ്ത്രത്തിലും വിപ്ലവം സൃഷ്ടിക്കുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ പോയില്ല, പകരം IT എന്ന പുതിയൊരു ലോകം തുറക്കപ്പെട്ടു. അതുപോലെ AI പുതിയ തൊഴിലവസരങ്ങളുടെയും അനന്തമായ സാധ്യതകളുടെയും വാതിലുകളാണ് തുറക്കുന്നത്. നമുക്ക് പുതിയൊരു നിയോ ലഡ്ഡൈറ്റ് ആകേണ്ടതില്ല. മാറ്റങ്ങളെ തല്ലി തകർക്കാനല്ല, അവയെ താലോലിക്കാനാണ് നാം ശീലിക്കേണ്ടത്. ടെലിഫോണും കമ്പ്യൂട്ടറും നമ്മെ ബന്ധിപ്പിച്ചു. AI നമ്മെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യവിരുദ്ധമല്ല, അത് മനുഷ്യന്റെ പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ്. യന്ത്രങ്ങൾക്ക് ബുദ്ധി നൽകിയത് നമ്മളാണ്. ആ ബുദ്ധി നമ്മുടെ വിനാശത്തിനല്ല, മറിച്ച് വികാസത്തിനാകട്ടെ. പുരോഗതിയുടെ വഴിയിൽ നമുക്ക് ലഡ്ഡൈറ്റുകളെ പോലെ പുറകോട്ട് നോക്കാതിരിക്കാം. കൂടുതൽ മിഴിവുള്ള, വേഗതയുള്ള ഒരു ഭാവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം.